ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അടുത്തൊരു പെട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട പെട്ടിയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും കൂടി തന്നു വിട്ട പെട്ടിയായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് ഇതിൽ എന്തൊക്കെയായിരിക്കുമെന്ന്. ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ ശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, ഇത് കഴിക്കാൻ തോന്നുന്നു, അത് കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയും. അതിന് ശേഷമാണ് ഈ പെട്ടി വന്നത്. ഇതിലുള്ള എല്ലാ സാധനവും പാക്ക് ചെയ്തേക്കുന്നത് എൻ്റെ അപ്പച്ചനാണ്. അപ്പച്ചന് പാക്ക് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഒരു കഴിവാട്ടോ. ഒന്നും ലീക്കാവാണ്ട് ആൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യും. അങ്ങനെ ഏറ്റവും ആദ്യം നമ്മളിത് പൊട്ടിക്കാൻ പോകുന്ന സംഭവം ഇതാട്ടോ. അങ്ങനെ ലൂബിക്ക് കണ്ടതിനെ കണ്ണും മഞ്ഞളിച്ച്. അപ്പം തന്നെ ഞാൻ ഒന്നും നോക്കാണ്ട് ഒരു 3-4 ഒറ്റയടിക്ക് വായ വെക്കിട്ട്. ഈ ലൂബിക്കയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് ഞാൻ നട്ട മരത്തിനുണ്ടായ ലൂബിക്ക കേട്ടോ. ഇത് എല്ലാ സീസണിലും ഉണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നു 365 ദിവസവും കായ്ക്കുന്ന ഒരു മരം എന്ന് തന്നെ പറയാം. ഇത് ലൂബിക്ക് പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം അടുത്തതാണ് കേട്ടോ നമ്മൾ പൊട്ടിക്കണത്. ഇതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. സ്മെല്ലൊക്കെ വന്നിട്ട് ഉപ്പിലിട്ട സംഭവമാണെന്ന് എനിക്കറിയാം, കാരണം അങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്മെല്ല് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഇതും പൊട്ടിച്ച്. ഇത് നല്ല അടിപൊളി മാങ്ങ ഉപ്പിലിട്ടതായിരുന്നു. ഇത് വീട്ടിലുണ്ടായ മൂവാണ്ട മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ഇതിന്. നല്ല ആ ഒരു മുളകൊക്കെ അമ്മച്ചിട്ടിട്ട് മുളകൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു. പിന്നെ ഇത് അമ്മച്ചി എനിക്കൊരു കപ്പങ്ങ കൊടുത്തു വിട്ടതായിരുന്നു. കാരണം ഒരു ദിവസം ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മച്ചി എന്താ കറി എന്ന് വെച്ചപ്പോൾ കപ്പങ്ങയും പരിപ്പും കൂടി വെച്ച കറിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കും വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഓർമ്മയിലാണെന്ന് തോന്നണം അമ്മച്ചി ഇത് കൊടുത്തു വിട്ടത്. അങ്ങനെ എനിക്കൊരു പച്ചക്കപ്പങ്ങയാണ് അമ്മച്ചി കൊടുത്തു വിട്ടായിരുന്നു. ഈ വീഡിയോ പിടിക്കുന്നത് നമ്മുടെ അലസ്യോ ആട്ടോ. അപ്പോൾ അലസ്യവും എൻ്റെ പോലെ തന്നെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇത് എന്താണെന്നൊക്കെ. ചിലതൊന്നും ആൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഈ പപ്പായ ഒന്നും കണ്ടിട്ട് ആൾക്ക് മനസ്സിലായേ ഇല്ല ഇതെന്താണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് പപ്പായ ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറ്. ഇത് വന്നിട്ട് നമ്മുടെ നാടൻ പയറാട്ടോ. അതായത് പൊളിയൻ പയർ എന്നൊക്കെ പറയും. അതാണ് ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ് ഈ അച്ചിങ്ങയ്ക്ക്. അച്ചിങ്ങ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. പിന്നെ ചില സ്ഥലത്ത് പൊളിപ്പയർ എന്നൊക്കെ പറയും. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഒലത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. അപ്പം അമ്മച്ചി അത് നാടൻ ഈ പൊളിപ്പയർ വാങ്ങി അത് ഒടിച്ചിട്ടാണ് തന്നു വിട്ടത്. അപ്പം അത്രയും വെയിറ്റ് കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഒടിച്ചിട്ടാണ് എനിക്കത് തന്നു വിട്ടത്. അതിൻ്റെ കൂടെ തന്നെ വാളംപുളിയും എനിക്ക് തന്നു വിട്ടാറുണ്ട്. ഈ കാണുന്നത് വാളംപുളിയാട്ടോ. അടുത്തത് വന്നിട്ട് ചെമ്മീനച്ചാറാണ്. എന്താണെന്നറിയില്ല, അമ്മ ഇട്ടുന്ന ചെമ്മീനച്ചാറിന് ഭയങ്കര ടേസ്റ്റാണ്. ഈ കാണുന്നത് ചെമ്മീനച്ചാറായിരുന്നു. പിന്നെ വന്നിട്ട് കോവയ്ക്കയും ചക്കക്കുരുവുമാണ്. ഈ കോവക്ക വീട്ടിലുണ്ടായത് തന്നെയാണ്. എനിക്ക് കോവക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കിട്ടാനില്ലാത്തൊരു സാധനമാണ് ഈ കോവക്ക. എത്രയൊക്കെ മലയാളിക്കടയിൽ പോയാലും ഈ കോവക്ക കിട്ടാറില്ല. അതുകൊണ്ട് കോവക്ക കൊടുത്തു വിട്ടായിരുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവും കൊടുത്തു വിട്ടായിരുന്നു. പിന്നെ വന്നിട്ട് നെല്ലിക്ക, പച്ച നെല്ലിക്കയും അതുപോലെ തന്നെ പച്ച മാങ്ങയുമായിരുന്നു. ഇത് ഉപ്പിലിട്ടതല്ല കേട്ടോ. ഉപ്പിലിടാത്ത നെല്ലിക്കയും അതുപോലെ തന്നെ നല്ല മാങ്ങയുമായിരുന്നു. മാങ്ങ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇത് വന്നിട്ട് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷാട്ടോ. ചക്ക അലുവ, അതായത് ചക്ക വിളയിച്ചത്. ഈ സംഭവം വെച്ചിട്ട് നമുക്ക് ചക്ക അടയും ഉണ്ടാക്കാൻ പറ്റും. ഇത് അമ്മ എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കും. അപ്പോൾ ചക്കയുടെ സീസൺ അല്ലെങ്കിൽ പോലും നമുക്ക് ചക്കയുടെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ചക്കയുടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചക്ക അട ഉണ്ടാക്കി തന്നെ കഴിക്കണമെന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഒരു ചക്ക അലുവയൊക്കെ പോലെ അലുവയുടെ രീതിയിലാണ് ഇതിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു അച്ചാറായിരുന്നു. ഈ അച്ചാർ ഒരു രക്ഷയില്ലാത്ത അച്ചാറായിരുന്നു. അതായത് അടമാങ്ങ അച്ചാർ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് മാങ്ങ ഉണക്കി കഴിഞ്ഞ ശേഷം നമ്മൾ അതെടുത്തിട്ട് അച്ചാറിടും. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറായിട്ട് എനിക്ക് തോന്നി ഇത് കഴിച്ചിട്ട്. ഞാനിതിക്ക് മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര രുചിയായിരുന്നു എനിക്ക് ഈ അച്ചാറിന് തോന്നിയത്. അങ്ങനെ അവസാന സെക്ഷനാണ് ഈ കാണുന്നത്. ഇത് വന്നിട്ട് കരിക്കാണ്. ഒരു 4 കരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. 2 വീട്ടിലുണ്ടായത്, 2 പുറത്തുനിന്ന് വാങ്ങിയതെന്നാണ് പറഞ്ഞത്. കരിക്കെന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇറ്റലിയിൽ എവിടെ നോക്കിയിട്ടും കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ചില സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ സൂപ്പർ മാർക്കറ്റിൽ വരെ പോയിട്ട് കിട്ടാത്തൊരു സാധനമായിരുന്നു ഈ കരിക്ക്. അപ്പം ഇത്രയും സാധനങ്ങളായിരുന്നു: നെല്ലിക്ക, മാങ്ങ, ഇത് വന്നിട്ട് വാളംപുളി, കോവക്ക, ചക്കക്കുരു, പിന്നെ കരിക്ക്, കപ്പങ്ങ, ഇത് വന്നിട്ട് മാങ്ങ തൊലി അച്ചാറിട്ടത്, ചെമ്മീനച്ചാർ, പിന്നെ നാടൻ പയർ, ലൂബിക്ക. ഇത്രയും സാധനങ്ങളാണ്.
അപ്പം അടുത്ത വീഡിയോ കാണാം. ബായ്.